നമുക്കിനി ഒരു കാര്യമുണ്ട്. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോളജ് എക്സ്പ്ലോഷനാണ് ലോകത്ത് മുഴുവൻ. അറിവാണ്. ഓരോ നിമിഷവും പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാലത്തിന്റെ മുൻപേ നടക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് പുറകിലേക്കുള്ള തിരിഞ്ഞു നടത്തമാണ്. നമുക്ക് പോകേണ്ടത് മുൻപിലേക്കാണ്. ഇനി നമ്മുടെ പൊസിഷൻ, നമ്മൾ കേവലം പ്രതിപക്ഷം മാത്രമല്ല, ഇനി നമ്മൾ അധികാരത്തിലേക്ക് വരാൻ പോകുന്ന മുന്നണി കൂടിയാണ്. നമ്മൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തും, ഗവൺമെന്റിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഇനി അത് മാത്രം പോരാ. എവിടെയാണ് ഗവൺമെന്റ് ഫെയിൽ ചെയ്തത്, എവിടെയാണ് പരാജയപ്പെട്ടത്, അവിടെ നമുക്ക് ബദലുണ്ടാകണം. നമുക്ക് കൃത്യമായ പരിപാടികൾ ഉണ്ടാകണം. നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കടക്കണിയിലേക്ക് കേരളം കൂപ്പുകുത്തുകയാണ്. മാർച്ചിൽ ഇവർ അധികാരത്തിൽ നിന്നിറങ്ങുമ്പോൾ 6 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ബാധ്യതയുമായിട്ടാണ് ഇവർ അധികാരത്തിൽ ഇറങ്ങുന്നത്. അപ്പൊ നമ്മളോടൊരു ചോദ്യമുണ്ട്. നമ്മൾ വന്നാൽ കേരളത്തെ സാമ്പത്തികമായ ഈ കടക്കണിയിൽ നിന്നും തകർച്ചയിൽ നിന്നും രക്ഷിക്കാൻ കൃത്യമായ പദ്ധതികളും പരിപാടികളും നമുക്കുണ്ട്. നമ്മുടെ നികുതി സമ്പ്രദായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീസ്ട്രക്ചർ ചെയ്ത് സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിച്ച് കടങ്ങൾ നികത്തി ഖജനാവ് നിറച്ച് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും വികസന പദ്ധതികളും നടപ്പാക്കാനുള്ള ഇതുവരെ കാണാത്ത പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. ഇതുവരെ കാണാത്ത പദ്ധതികൾ, സ്വപ്ന പദ്ധതികൾ, കേരളം ആഗ്രഹിച്ച, നമ്മൾ എവിടെ എത്തി നിൽക്കേണ്ട ഒരു സംസ്ഥാനമാണ്, അവിടേക്ക് കേരളത്തെ എത്തിക്കാനുള്ള വ്യക്തമായ പദ്ധതികൾ നമുക്കുണ്ടാകും. നമ്മൾ പറഞ്ഞു ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്, പറഞ്ഞില്ലേ? ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെങ്കിൽ ആ വെന്റിലേറ്ററിലുള്ള രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി പൂർണ്ണാരോഗ്യവതിയാക്കി നടത്താൻ വേണ്ടിയിട്ടുള്ള ആരോഗ്യ രംഗത്തെ പദ്ധതികൾ ഫെബ്രുവരി ആദ്യവാരം നമ്മൾ പ്രഖ്യാപിക്കും. നമ്മളൊരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി, ഹെൽത്ത് കമ്മീഷൻ നിയമിച്ച് 300ഓളം ഡോക്ടർമാർ UDFന്റെ ആരോഗ്യ പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതിന്റെ ഡോക്യുമെന്റ് ആവുക. നമ്മൾ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിനാണ്, കുട്ടികൾ പോകുന്നു. 5 കൊല്ലത്തിനകം കേരളം വൃദ്ധസദനമായി മാറുമെന്ന് നമ്മൾ ഭയപ്പെടുന്നു. എന്തു ചെയ്യും നമ്മൾ? നമുക്ക് വേണ്ടേ പദ്ധതികൾ? എന്തുകൊണ്ടാണ് കുട്ടികൾ പഠിക്കാൻ പുറത്തേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് പഴയ കോഴ്സുകളിൽ ആരും വരാത്തത്? എന്തുകൊണ്ടാണ് പഠിക്കാൻ പോകാത്തത് കുട്ടികൾ? ആ കോഴ്സുകൾ പഠിച്ചാൽ അവർക്ക് ജോലിയില്ല എന്നവർ തിരിച്ചറിയുന്നു. നമുക്കൊരു സംവിധാനമുണ്ടാകും. ലോകത്ത് തൊഴിൽ രംഗം മാറിക്കൊണ്ടിരിക്കുകയാണ്, തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള വ്യാപകമായി തൊഴിലിന്റെ സ്വഭാവം വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അത് കൃത്യമായി പഠിച്ച് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സാധ്യതകളുള്ള കോഴ്സുകൾ കേരളത്തിലുണ്ടാവും. അവരെ റീസ്കിൽ ചെയ്ത് ലോകത്തിലെ ഏത് സ്ഥാപനത്തിനും കേരളത്തിൽ വന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉള്ള സംവിധാനമുള്ള സെന്റേഴ്സ് ഓഫ് എക്സലൻസ് കേരളത്തിലുണ്ടാകും. ആരോഗ്യരംഗത്ത് ഗൾഫ് നാടുകളിൽ നിന്നുൾപ്പെടെ ചികിത്സ നേടി കേരളത്തിലേക്ക് വരാൻ സാധ്യതയുള്ള ആരോഗ്യ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാകും. ഹോളിസ്റ്റിക് മെഡിസിൻ ഉണ്ടാകും, റീഹാബ് സെന്ററുകൾ ഉണ്ടാകും. ആരോഗ്യത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും ഏഷ്യയിലെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റാൻ കഴിയും. വന്യജീവി ആക്രമണത്തെ തടയാൻ പരമ്പരാഗതമായ മാർഗങ്ങൾ ഉണ്ട്, അത് പോരാ. ആധുനികമായ സങ്കേതങ്ങൾ, ആർട്ടിഫിഷ്യൽ AI ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വന്യജീവികളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്, കൃത്യമായ പദ്ധതികൾ. തീരപ്രദേശത്ത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് തകരുന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ സങ്കടം മാറ്റാനുള്ള പദ്ധതികൾ നമുക്കുണ്ട്. ഇതുമാത്രം പോരാ, പുതിയ പദ്ധതികൾ വേണം.
എന്താ കേരളത്തിന്റെ സവിശേഷതകൾ, കേരളത്തിന്റെ പ്രത്യേകതകൾ? നമുക്ക് 530ഓളം കിലോമീറ്റർ ദൂരത്തിൽ നമുക്ക് തീരപ്രദേശമുണ്ട്, ഇല്ലേ? 2 ഇന്റർനാഷണൽ സീ പോർട്ടുണ്ട് കേരളത്തിൽ, 17 മിനി പോർട്ടുകളുണ്ട് കേരളത്തിൽ. UDF ചർച്ച ചെയ്യുകയാണ്, നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ നമ്മൾ കോസ്റ്റൽ ഷിപ്പിംഗ് ആരംഭിക്കുകയാണ്. ആദ്യം റോഡിലൂടെ പോകുന്ന മെറ്റീരിയൽസ് 50 to 75% കടലിലൂടെ കൊണ്ടുപോകണം. റോഡിൽ കൂടി കൊണ്ടുപോകുന്നതിന്റെ 1/4 ചെലവ്. റോഡ് മുഴുവൻ ഫ്രീ ആക്കണം, വേണ്ടേ? 3ാമത്തെ ഘട്ടത്തിൽ നമുക്ക് ക്രൂയിസ് ഷിപ്പിംഗ് തുടങ്ങണം. തീരപ്രദേശത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ മക്കൾക്ക് അവിടെ ഉണ്ടാകുന്ന ജോലിയുടെ 1/3 കൊടുക്കണം, സംവരണം കൊടുക്കണം. സിംഗപ്പൂരിനെ പോലെ, സിയാറ്റിലിനെ പോലെ കേരളത്തിനൊരു പോർട്ട് സിറ്റിയായി മാറാനുള്ള സാധ്യതകളുടെ തുടക്കം UDF ഭരണകാലത്തുണ്ടാവും, മാറ്റമുണ്ടാവും. നമുക്ക് 4 ഇന്റർനാഷണൽ എയർപോർട്ടുകളുണ്ട്. അതിൽ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടും കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ടും. അത് രണ്ടും ഗവൺമെന്റിന് കൺട്രോളുള്ള എയർപോർട്ടുകളാണ്. അതിനെ രണ്ടിനെയും ഇന്റഗ്രേറ്റ് ചെയ്യണം. 9 പദ്ധതികൾ ഏവിയേഷനുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ പറയില്ല, ഫെബ്രുവരിയിൽ നമ്മൾ പ്രഖ്യാപിക്കും. നിരവധിയായ കാര്യങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റെമിറ്റൻസ് ഉള്ള സംസ്ഥാനം കേരളമാണ്, നമ്പർ 1. ഞങ്ങൾ അതിനെക്കുറിച്ചൊരു സ്റ്റഡി നടത്തിയിരുന്നു അടുത്ത വർഷം. അത് മുഴുവനൊന്നും വേണ്ട. ആദ്യ വർഷം അതിൻ്റെ ഒരു 10% മതി. നിങ്ങളെ പ്രവാസികളെ എല്ലാ ഇത്തരം സംരംഭങ്ങളിലും, പുതിയ സംരംഭങ്ങളിൽ നിങ്ങളെ പങ്കാളികളാക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ വലിയ തുകയൊന്നുമല്ല പറയുന്നത്, ചെറുത്. ഷെയ എന്ന് പറഞ്ഞാൽ വലുത് വേണ്ടെന്നല്ല. ഞാൻ പറഞ്ഞു ഇന്നലെ KBF ഞാൻ പറഞ്ഞു, വലിയ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർ അവരെ എയർപോർട്ടിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രതിനിധി കാത്തു നിൽക്കും. അവിടെ സ്റ്റേറ്റ് കാറിൽ കൊണ്ടുപോകും. സ്റ്റേറ്റിന്റെ അതിഥിയായിരിക്കും. എന്നുവെച്ചാൽ ചെറിയ ആളുകൾ മോശക്കാരായിട്ടുണ്ടല്ല, കൂടുതൽ വരട്ടെ, വലിയ ആളുകൾ. ഇടത്തരം ജോലി ചെയ്യുന്ന സാധാരണക്കാർക്കും പങ്കാളിത്തമുള്ള സംരംഭങ്ങൾ വേണം. സിയാൽ മോഡൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് മോഡൽ. ഗവൺമെന്റ് പകുതി നിങ്ങൾ. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പദ്ധതികൾ, നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് കേരളത്തിന്റെ മറ്റ് വിഷയങ്ങൾ കൂടി പരിഹരിക്കപ്പെടുന്ന പദ്ധതികളാണ്. ലാഭമുണ്ടാക്കുന്നതോടൊപ്പം കേരളം കുറെ നാളായി കാത്തിരിക്കുന്ന, ഞാൻ പറഞ്ഞതുപോലെ ആരോഗ്യരംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, അടിസ്ഥാന വികസന രംഗത്തെല്ലാം കേരളത്തിന്റെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടും. അതിനു മുമ്പ് കിട്ടില്ല എന്നല്ല, അതിനു മുമ്പും ഷെയർ ഹോൾഡേഴ്സാണ്. സാധാരണ ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന ഒരു വരവുണ്ടാവും, ആ വരവുണ്ടാക്കണം. അതിനുള്ള പദ്ധതികളാണ്. 200 പ്രോജക്റ്റാണ് NRIക്കാർക്ക് വേണ്ടി. 200 പ്രോജക്റ്റ്. നമ്മളിത്, ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ആദ്യമായിട്ട് പറയാണ്, ഇത് പ്രിപ്പയർഡാണ്. ഇപ്പൊ ഉണ്ട് കയ്യിൽ, അധികാരത്തിൽ വന്നിട്ടല്ല, ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ട് 200ഓളം പ്രോജക്റ്റുകൾ. നിങ്ങളെ പങ്കാളികളാക്കാൻ സാധിക്കുന്നവർ. ഈ റെമിറ്റൻസിനെ നിങ്ങൾ കഷ്ടപ്പെട്ട് ഈ കൊടും ചൂടിൽ, കൊടും തണുപ്പിൽ നിങ്ങൾ അധ്വാനിച്ചയക്കുന്ന പണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നമ്മുടെ കേരളത്തിനും പ്രയോജനകരമായി മാറാൻ കഴിയുന്ന, കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന 200ഓളം പദ്ധതികൾ. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, 5 കൊല്ലം നമ്മൾ പ്രതിപക്ഷത്തിരുന്ന് പൂർത്തിയാക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം എന്താണ് എന്നോടൊരു ഇന്റർവ്യൂവിൽ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമ്മുടെ സംസ്ഥാനമായ കേരളത്തിൽ ഈ 5 കൊല്ലക്കാലം പ്രതിപക്ഷത്തിരുന്ന് ഒരു ഹർത്താൽ പോലും നടത്തിയില്ല എന്നതാണ് ഈ പ്രതിപക്ഷത്തിന്റെ സന്തോഷം.
ഇനി കേരളത്തിന് പുറത്തേക്ക് കേരളത്തിനെ കുറിച്ചൊരു മോശമായിട്ട് ഒരു മെസ്സേജ് പോകാൻ പാടില്ല. ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡ് യൂണിയനുകൾ ഉള്ള ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 15-20 വർഷമായി ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പിലിരുന്ന ഒരു സ്ഥലത്തും ഒരു സമരവും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തൊഴിലാളികളോട് പറയുന്നത്, യു വർക്ക് ഹാർഡ്, മേക്ക് ദ കമ്പനി പ്രോഫിറ്റബിൾ, പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബാർഗെയിൻ ചെയ്യും. കമ്പനി ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് തൊഴിലാളിക്ക് മേടിച്ചു കൊടുക്കും ടേബിളിൽ ഇരുന്ന്. അതാണ് സിസ്റ്റം. പിന്നെ വേറൊരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പം? നിങ്ങളെല്ലാം സ്വകാര്യ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് കൂടുതൽ. ഇവിടുത്തെ ഗവൺമെന്റ് സെക്ടറിലുണ്ട്. ഇവിടെ നിങ്ങളൊരു കമ്പനിയിലെ മാനേജരാണ്. നിങ്ങളോട് പറയുകയാണ് 3 മാസം കൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കണം. നിങ്ങളുടെ MD, മാനേജിംഗ് ഡയറക്ടർ, നിങ്ങളുടെ CEO നിങ്ങളോട് പറയാം. നിങ്ങൾ 3 മാസം ലീവ് എടുത്ത് നാട്ടിലേക്ക് പോവാണ്. അത് ചെയ്യാതെ തിരിച്ചു വരുമ്പോഴാ പണിയുണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ വേറൊരു ഗുണമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥരോട് 3 മാസം കൊണ്ട് ഒരു കെട്ടിടം പണിയാൻ 2 ഏക്കർ സ്ഥലം എടുത്തു എന്നൊരു തഹസിൽദാരോട് പറഞ്ഞാൽ, 3 മാസം കൊണ്ട് എടുത്തു തരണം എന്ന് പറഞ്ഞാൽ 6 കൊല്ലം കഴിഞ്ഞാൽ എടുത്തു തരില്ല. ഒരു കുഴപ്പമില്ല. 50 കോടി രൂപയുടെ പദ്ധതി 2 കൊല്ലം കൊണ്ട് തീർക്കേണ്ട പദ്ധതി 10 കൊല്ലമായാലും തീരില്ല. 10 കൊല്ലം കഴിയുമ്പോൾ അത് 50 കോടി രൂപയുടെ പദ്ധതി 500 കോടിയാകും. എക്സ്ചക്കറിൽ നിന്ന് ലീക്കേജാണ്. നമ്മുടെ പണം, ഞാനും നിങ്ങൾ നികുതി കൊടുക്കുന്ന പണം സ്വകാര്യ സ്ഥാപനങ്ങളിൽ നന്നായി അത് നടക്കാമെങ്കിൽ എന്തുകൊണ്ട് ഗവൺമെന്റിൽ നടക്കില്ല? ഇവിടെ നടക്കുമല്ലോ, ഇല്ലേ? ഇവിടുത്തെ ഗവൺമെന്റിൽ നടക്കുമല്ലോ, ചെയ്യുമല്ലോ ജോലി. നിങ്ങൾ പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഇല്ല. നമ്മൾ UDF അധികാരത്തിൽ വന്നാൽ എല്ലാവർക്കും അക്കൗണ്ടബിലിറ്റി ലീഗലൈസ് ചെയ്യാൻ പോവുകയാണ്. 6 മാസം കൊണ്ടൊരു പണി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞാൽ 181ാമത്തെ ദിവസം അയാളത് പൂർത്തിയാക്കിയില്ലെങ്കിൽ അയാൾ അക്കൗണ്ടബിൾ ആവും, ഉത്തരം പറയേണ്ടി വരും. അപ്പോ ഞാൻ കരുതുന്നത് മലയാളി ആയതുകൊണ്ട്, മിടുമിടുക്കന്മാരും മിടുമിടുക്കികളും ആയതുകൊണ്ട് 6 മാസം കൊണ്ട് തീർക്കേണ്ട പദ്ധതി ഇങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. നിങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളെ പോലെ ഞെട്ടിക്കുന്ന മലയാളികളാണ് കേരളത്തിലുള്ളത്. അവർ ചെയ്യും. ഒരു സംവിധാനം ഇല്ലാഞ്ഞിട്ടാണ്. സംവിധാനങ്ങൾ ഉണ്ടാകണം, സിസ്റ്റമൈസ് ചെയ്യണം. നമുക്ക് സിസ്റ്റം ഉണ്ടാകണം, അത് ലീഗലൈസ് ചെയ്യണം. ഞാൻ കരുതുന്നത് അങ്ങനെ ഒരു നിയമം വന്നാൽ ആദ്യത്തെ 2 കൊല്ലം ഇത്തിരി കട്ടിയായിട്ട് പിടിക്കേണ്ടി വരും. 2 കൊല്ലം കഴിഞ്ഞാൽ ഒരാൾക്കെതിരെ നടപടി എടുക്കേണ്ടി വരില്ല. കാരണം അതൊരു കൾച്ചറായി മാറും. മാറ്റം വേണ്ടേ? എല്ലാ കാലത്തും ഇങ്ങനെ പോയാൽ മതിയോ നമ്മുടെ കേരളം? പോരാ, നമുക്ക് മാറ്റമുണ്ടാകണം. ഇതിന്റെ മുഴുവൻ ബെനഫിഷ്യറീസ് ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ വരാനിരിക്കുന്ന തലമുറയായിരിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും. അവർക്ക് അഭിമാനത്തോടു കൂടി ലോകത്തിലെ ഏത് രാജ്യത്തും പോയി ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് വരുന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കണം. നമുക്കതിന് കഴിയും. ഞാൻ ഇത്തരം വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞു. ഞാൻ എവിടെ നിന്നാണ് എനിക്കിതെല്ലാം കിട്ടിയത്? എനിക്കിത്രയൊന്നും അറിവൊന്നുള്ള ആളല്ല. മലയാളികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആ മലയാളികളാണ്, അവരുടെ വൈദഗ്ധ്യമാണ്. ഞാൻ കോസ്റ്റൽ ഷിപ്പിങ്ങിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ 4 മലയാളികളായ മാരിടൈം എക്സ്പേർട്സ് ആണ് എന്നെ സഹായിക്കാൻ വന്നത്. ഏവിയേഷൻ എക്സ്പേർട്സ് കേരളത്തിൽ, ലോകത്ത് പല സ്ഥലങ്ങളിലും പോയി അത്ഭുതങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ, ലോകത്തെല്ലായിടത്തും പോയി ലോകത്തിലെ പല രാജ്യങ്ങളുടെയും മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വലിയൊരു സമ്പത്ത്, അല്ലെ, ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി നമുക്കുണ്ട്. നമ്മൾ അതിനെ പ്രയോജനപ്പെടുത്തണം. കഠിനാധ്വാനം ചെയ്താൽ ഇനിയും ചെയ്യണം. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചൊന്നും കാര്യമില്ല, സന്തോഷം. അത് നമുക്ക് മഹായുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മുടെ ഇന്ധനമാണ്, നമ്മുടെ ഊർജമാണ്.